കഴിഞ്ഞ ജനുവരി 10-ാം തീയതിയാണ് ബേഗൂർ റേഞ്ചിനു കീഴിലുള്ള കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിലെ ജനവാസ മേഖലകളിൽ ഈ കുസൃതി കുട്ടിയാനയെ കണ്ടത്. ജനവാസ മേഖലകളിലെ വീടിന് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെയും ഈ കുട്ടിയാന നടക്കുന്നുണ്ടായിരുന്നു. പ്രദേശവാസികൾ വനവകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ കുട്ടിയാനയെ പിടികൂടാൻ സാധിച്ചത്. കുട്ടിയാനയുടെ ദേഹത്ത്, തുമ്പിക്കൈയിലും കാലിലുമൊക്കെ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. ഗുരുതരമായുള്ള മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാകാമെന്നാണ് നിഗമനം. ഈ കടുവ ആക്രമിക്കുന്ന സമയത്ത് രക്ഷപ്പെട്ട് ഓടി ജനവാസ മേഖലകളിൽ എത്തിയതായിരിക്കും എന്നാണ് ആ സമയം വിലയിരുത്തിയത്. ഈ ആനയെ അപ്പോൾ തന്നെ തോൽപ്പെട്ടിയിലേക്ക് കൊണ്ടുപോവുകയും വിദഗ്ധ ചികിത്സ നൽകി വീണ്ടും തിരികെ കാട്ടിലേക്ക് അയച്ചെങ്കിലും ഈ കൂട്ടത്തിലുള്ള മറ്റുള്ള ആനകൾ തള്ളയാനയെ അടക്കം ഈ ആനയെ കൂട്ടത്തിൽ കൂട്ടാത്ത സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഈ കുട്ടിയാന ഈ ജനവാസ മേഖലകളിലൊക്കെ ഇറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും വനപാലകർ ഉദ്യോഗസ്ഥർ ഈ ആനയെ പിടികൂടി മുത്തങ്ങയിലെ ആന ക്യാമ്പിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. ഇതിനിടയ്ക്കാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തു വന്നത്. മുത്തങ്ങയിലെ ആന ക്യാമ്പിൽ ഈ ആനക്കുട്ടിക്കുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ ആന ചെരിഞ്ഞിരിക്കുന്നു, ഈ ആനക്കുട്ടി ചെരിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയ, അതുപോലെ തന്നെ ബേഗൂർ റേഞ്ച് ഓഫീസർ രഞ്ജിത് കുമാർ, ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്കറിയ, അജേഷ് മോഹൻ എന്നിവർ നേതൃത്വം നൽകി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു.